അങ്ങനെ അവസാനം ഗൂഗിൾ ഷീറ്റിലും AI ഇൻ്റഗ്രേഷൻ വന്നിട്ടുണ്ട്. മുമ്പ് പലപ്പോഴും നമ്മൾ ഗൂഗിൾ ഷീറ്റോ അല്ലെങ്കിൽ എക്സെല്ലോ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് ഐഡിയ നോളജ് ഇല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഡാഷ്ബോർഡുകളോ വിഷ്വൽ എലമെൻറ്റുകളോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഒരുപാട് സമയം എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഗൂഗിൾ ഷീറ്റിൽ AI ഇൻ്റഗ്രേഷൻ വഴി നമുക്ക് പല കാര്യങ്ങളും സിമ്പിളായിട്ട് ലളിതമായിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഡാഷ്ബോർഡ് നിർമ്മിക്കാൻ, ട്രാക്കർ നിർമ്മിക്കാൻ, ഷീറ്റുകൾ നിർമ്മിക്കാൻ, വിഷ്വൽ എലിമെന്റുകൾ നിർമ്മിക്കാൻ തുടങ്ങിയ അനേകം കാര്യങ്ങൾ സിമ്പിളായിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് നിലവിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗൂഗിൾ ഷീറ്റിലുള്ള AI ഇൻ്റഗ്രേഷനെ കുറിച്ചിട്ടാണ് ഞാനൊരു വീഡിയോയിലൂടെ സംവദിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾക്ക് ഇത് അറിയില്ല. ഗൂഗിൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ അതേ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഗൂഗിൾ ഷീറ്റ് ഈസ് ഈക്വൽ ടു എക്സൽ, മൈക്രോസോഫ്റ്റ് എക്സൽ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്തു. ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ AI ഇൻ്റഗ്രേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ കോർണറിൽ കണ്ടോ ഈ ഒരു ജെമിനിയുടെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സൈഡ് ബാർ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾക്ക് എന്തും ഇനി സിമ്പിളായിട്ട് പ്രോംപ്റ്റ് കൊടുത്ത് നിർമ്മിക്കാൻ പറ്റും. സീരിയസ് ആയിട്ട് പറയണം, പേഴ്സണലി എനിക്കിത് ഉപയോഗിച്ചപ്പോൾ മനസ്സിലായത്, അതായത് ഇനി നമ്മൾ മുമ്പ് പലപ്പോഴും ചെയ്തിരുന്ന പല കാര്യങ്ങളും വളരെ ലളിതമായിട്ട് നമുക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഡാഷ്ബോർഡ് വേണമെങ്കിൽ സിമ്പിൾ, ജസ്റ്റ് ഗിവ് എ പ്രോംപ്റ്റ്, അത്ര മാത്രം മതി. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ 2-3 യൂസ് കേസുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൈഡ് ബാറാണ് ഇതിൽ ഇൻ്റഗ്രേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഷീറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ലളിതമായിട്ട് ഇവിടെ ഒരു പ്രോംപ്റ്റായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ട്രാക്കർ നിർമ്മിക്കാൻ, ഡാഷ്ബോർഡ് നിർമ്മിക്കാൻ, അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ അടുത്ത് ഇവിടെ ഒരു ഡാറ്റ ഉണ്ട്, അപ്പോൾ അതിൻ്റെ വിഷ്വലൈസേഷൻ, അങ്ങനെ എല്ലാതും നമുക്ക് പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഷീറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ 2-3 ഷീറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഷീറ്റ് 2, ഷീറ്റ് 3 ഒക്കെ ഉണ്ട്. അപ്പോൾ ഏത് ഷീറ്റിലാണ് ഈ ഒരു ചാറ്റ് ബോട്ട് വർക്ക് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിവിടെ സെലക്ട് ചെയ്യാം. ഷീറ്റ് 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3. അതേപോലെ തന്നെ നമ്മൾക്ക് ഇനി നമ്മളുടെ ഗൂഗിൾ ഡ്രൈവിൽ നിന്നോ ഇമെയിലിൽ നിന്നോ എന്തെങ്കിലും ഫയൽസ് കണക്ട് ചെയ്യണമെങ്കിൽ അതും നമ്മൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ടൂൾസിൽ ക്രിയേറ്റ് ഇമേജുകളുണ്ട്. ഇതും ശരിക്കും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പണ്ട് നമ്മൾ മുമ്പ് പലപ്പോഴും ഏതെങ്കിലും ഇമേജുകൾ അറ്റാച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇൻസേർട്ടിൽ പോയിട്ട് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ആ ഇമേജ് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് ജനറേറ്റ് ഇമേജ് എന്നുള്ള ഈ ഓപ്ഷനും അല്ലെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ഇമേജസ് എന്നുള്ള ഈ ഓപ്ഷനും വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഇമേജുകൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് സൈഡ് ബാറുകളുടെ സ്റ്റൈലും ഒക്കെ നമ്മൾക്ക് സിമ്പിളായിട്ട് മാറ്റാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ജെമിനിയിൽ ഉപയോഗിക്കുന്ന ജെംസുകളും മറ്റും ഇവിടെയും നമ്മൾക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഈ ഒരു സൈഡ് ബാറിൻ്റെ പ്രത്യേകത. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ ഏതെങ്കിലും നിങ്ങളൊരു എക്സാമ്പിൾ ഒരു സെല്ലിൽ നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സമ്മിട്ട ശേഷം ജെമിനി എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് എന്താണോ ആക്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രോംപ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഏതെങ്കിലും വലിയൊരു ബോക്സ് ഒരുപാട് ടോട്ടൽ എന്തെങ്കിലും ഉണ്ട്, അപ്പോൾ അതിൻ്റെ സമ്മ് കാണാനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അവിടെ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. മുമ്പ് നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കോഡ് ഭാഷകൾ അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി നമുക്ക് ഒന്നും അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ലളിതമായിട്ട് ഒറ്റ കാര്യം കാണിച്ചത്. അപ്പോൾ ഒരു എക്സാമ്പിൾ 3, 4, 6. അപ്പോൾ ഇത്തരം ഒരു ഇതാണ്. ഇപ്പോൾ നമ്മൾ നോർമലി സമ്മ് കാണാൻ നമുക്ക് ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് എന്നറിയാത്തവർക്ക് ഡോണ്ട് വറി, ഫൈൻഡ് ദ സം എന്നുള്ള സിമ്പിൾ പ്രോംപ്റ്റ് കൊടുത്താൽ ഇത് തന്നെ നമ്മൾക്ക് അതിൻ്റെ സമ്മുകൾ ടോട്ടൽ വാല്യൂ എത്രയെന്നുള്ളത് സിമ്പിളായിട്ട് കണക്കാക്കി തരും. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നതിൻ്റെ ലിമിറ്റായ കാര്യത്തിൻ്റെ അപ്പുറത്ത് നിങ്ങൾ എക്സൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഇതിൻ്റെ ഫുള്ളി പൊട്ടൻഷ്യൽ ഇത് പറയാൻ സാധിക്കുക. എനിക്ക് അതിൻ്റേതായ ലിമിറ്റുകളുണ്ട്. വി ഗോട്ട് ആൻ ആൻസർ. Oh no, give me the total number or sum. നമുക്ക് നോക്കിയൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കാം. അവിടെ തന്നിട്ടുണ്ട് കേട്ടോ, ആൻസർ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ മറ്റു ഫീച്ചേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത്.
അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മൾ മുമ്പ് ഡാഷ് ബോർഡുകളോ അല്ലെങ്കിൽ ട്രാക്കറുകളൊക്കെ നിർമ്മിക്കണമെങ്കിൽ നമ്മൾക്ക് ഓരോന്നും മാനുവലായിട്ട് വന്ന് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി നമുക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരു 2-3 എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഞാൻ കണ്ടോ ഒരു പ്രോംപ്റ്റ് കൊടുത്തു, ബിൽഡ് എ പ്രൊജക്റ്റ് ട്രാക്കർ വിത്ത് ട്രാക്ക് ഓണർ പ്രയോറിറ്റി ഹൈ മീഡിയം ലോ സ്റ്റാറ്റസ് ഡ്യൂ. ഓക്കെ, ഇത്തരത്തിലുള്ളൊരു പ്രോംപ്റ്റ് കൊടുത്ത് ഞാൻ ഇതിനോടൊരു ഷീറ്റ് നിർമ്മിച്ചു തരാൻ പറഞ്ഞതാണ്, ടേബിൾ നിർമ്മിച്ചു തരാൻ പറഞ്ഞത്. ഇത് നിർമ്മിച്ച് തന്ന ഷീറ്റാണിത്. ഇവിടെ നമ്മൾക്ക് എന്താ വെച്ചാൽ ഒന്നും ഇനി മാനുവലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് ടേബിളുകൾ, ഡാഷ്ബോർഡുകൾ വളരെ ഈസി ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും. ഞാൻ 2-3 എക്സാമ്പിൾസ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്, ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ മറ്റൊരു ടേബിൾ ഞാൻ നിർമ്മിച്ച് തരാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് നിർമ്മിച്ച് തന്നിട്ടുണ്ട്. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇനി ഇതിൽ എന്ത് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിലും ഇവിടെ തന്നെ ജെമിനൈയുടെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ഇതിൻ്റെ ഈ ഒരു കളർ മാറ്റാൻ, അലൈൻമെൻറ്റ് മാറ്റാൻ, അങ്ങനെ എന്തും നമ്മൾക്ക് സിമ്പിളായിട്ട് പ്രോംപ്റ്റ് കൊടുത്ത് മാറ്റാൻ സാധിക്കും. ഇനി നമ്മൾ പറഞ്ഞില്ലേ, ഗൂഗിൾ ഷീറ്റിൻ്റെയോ എക്സലിൻ്റെയോ നിഗൂഢതകളൊന്നും അറിയേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് പ്രോംപ്റ്റ് കൊടുക്കാൻ മാത്രം മനസ്സിലായാൽ മതി. ഇനി ഷീറ്റ് 3 ഇതേപോലെ മറ്റൊരു ഡിസൈൻ ഞാൻ ചെയ്തതാണ്. ഷീറ്റ് 4 ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇത്തരത്തിലുള്ള നിർമ്മിക്കാനുള്ള പ്രോംപ്റ്റ് കൊടുത്ത് നിർമ്മിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഏത് രീതിയിലുള്ള ടേബിളുകൾ, ഡാഷ്ബോർഡുകൾ, ട്രാക്കറുകളൊക്കെ സിമ്പിളായിട്ട് പ്രോംപ്റ്റ് കൊടുത്ത് നിർമ്മിക്കാൻ സാധിക്കും. അതാണ് ഒരു തരത്തിലുള്ള യൂസ് കേസ്. ഇപ്പോൾ രണ്ടാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റകൾ ഉണ്ടാവും നിങ്ങളുടെ ഗൂഗിൾ ഷീറ്റിൽ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഫൈൻഡിങ്സും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു സംവിധാനം വെച്ചിട്ട് കണക്കാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ മാനുവലായിട്ടോ അല്ലെങ്കിൽ മറ്റു ടെക്നിക്കൽ കാര്യങ്ങൾ വെച്ചിട്ട് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇത് നോക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ഇവിടെ പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് അതൊക്കെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഞാനിവിടെ അടുത്തൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, സജസ്റ്റ് ദ ബെസ്റ്റ് ചാർട്ട് ടൈപ്പ് ആൻഡ് ഇൻസേർട്ട് ഇറ്റ്. ഇത് വെച്ചിട്ട് ഒരു ചാർട്ട് ടൈപ്പ് ഉണ്ടാക്കി തരാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ ആ പ്രോംപ്റ്റ് കൊടുത്തു, ശേഷം ഇവിടെ എൻറ്റർ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാർട്ടുകൾ, നിങ്ങളുടെ ഡാറ്റകൾ ചാർട്ട് രൂപത്തിലേക്കോ അതേപോലെ തന്നെ അതിൽ നിന്നുള്ള ഫൈൻഡിങ്സൊക്കെ സിമ്പിളായിട്ട് പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്, നമുക്കൊന്ന് നോക്കി നോക്കാം. ഞാൻ ഓൾറെഡി അതിൻ്റെ റിസൾട്ട് മുമ്പ് ഒരു പ്രോംപ്റ്റ് കൊടുത്ത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എനിക്ക് അതിന് കിട്ടിയ റിസൾട്ട്. ഇപ്പം എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സി വി ഗോട്ട് ദ ചാർട്ട്. നമുക്കിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചാർട്ട് ടൈപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇൻസേർട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ നമ്മൾക്ക് ഇനി ആ ഒരു ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻസും ചോദിക്കാം. അപ്പോൾ ഞാൻ അടുത്തൊരു പ്രോംപ്റ്റ് ചോദിക്കുന്നുണ്ട്, ഗീവ് മി 3 ബുള്ളറ്റ് പോയിന്റ്സ് സമ്മറി ഓഫ് ദി ഡാറ്റ. ഈ ഡാറ്റ വെച്ചിട്ട് 3 മെയിൻ പോയിന്റ്സുകൾ തരാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നോക്കിയേക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ, അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോംപ്റ്റിങ് വഴി നമ്മൾക്ക് ഗൂഗിൾ ഷീറ്റ് വർക്ക് ചെയ്യുമ്പോൾ. നമുക്ക് ഡാറ്റകൾ വേണമെങ്കിൽ ഡാറ്റകൾ വെച്ചിട്ട് റിസർച്ച് തരും, സമ്മറി തരും, അതേപോലെ തന്നെ ഫൈൻഡിങ്സ് തരും. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൂടി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണുന്നുണ്ടോ എന്നുള്ളത് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഞാനൊരു ലളിതമായിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ചെറിയ നമ്മുടെ KL ഫോർവേഡ് ചാനലിൽ ഷോർട്സ് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കലണ്ടർ നിർമ്മിക്കാനുള്ളൊരു പ്രോംപ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ KL ഫോർവേഡാണ് നമ്മുടെ ചാനലിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പ്രോംപ്റ്റ് കൊടുത്ത് നമ്മുടെ ചാനലിൻ്റെ വീഡിയോയുടെ സ്വഭാവം നോക്കണം, എന്നിട്ട് അതിനുശേഷം കോമ്പറ്റീറ്റേഴ്സിൻ്റെ വീഡിയോസിൻ്റെ സ്വഭാവം നോക്കാം. അതിനുശേഷമാണ് എനിക്കൊരു 1 മന്ത് കലണ്ടർ നിർമ്മിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടന്റ് അടക്കം, അതായത് പണ്ട് നമ്മളെന്ന് വെച്ചാൽ ജെമിനിയിൽ പോയിട്ട് ജനറേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യണം, പിന്നെ അതിനുശേഷം നമ്മൾ ആ കലണ്ടർ ഡിസൈൻ ചെയ്യണം. ഇപ്പം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ആ ആവശ്യം പറഞ്ഞതിനനുസരിച്ച് കൃത്യമായിട്ട് അത് കസ്റ്റമൈസ് ചെയ്ത് നിർമ്മിച്ചു തന്നു. ഇനി നമുക്കിവിടെ ഓരോ ഓപ്ഷൻസും ഉണ്ട്, പ്ലാനഡ്, സ്ക്രിപ്റ്റിങ്, അങ്ങനെ ഓരോന്നും നമ്മൾക്ക് ഇവിടെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് യൂസ് കേസുകളുണ്ട്. നമ്മൾ നേരത്തെ ചോദിച്ച ആ 3 ബുള്ളറ്റ് പോയിന്റ്സുകളും നമ്മൾക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലും ഇത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു AI ഇൻ്റഗ്രേഷൻ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ ഫൈൻഡിങ്സ് കണ്ടെത്താൻ, വിഷ്വൽ നിർമ്മിക്കാൻ, ഡാറ്റകൾ നിർമ്മിക്കാൻ, ചാർട്ടുകൾ നിർമ്മിക്കാൻ, സമ്മറികൾ തരാൻ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾക്ക് ഈ ഒരു AI ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് താഴെ കമൻറ്റിൽ പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ അറിയിക്കാൻ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.